പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ സൈനിക മേധാവിയും എല്ലാ നിർദ്ദേശങ്ങളും കേൾക്കുന്നത് ISIയുടെ മുന്നിലാണ്. ISIയുടെ മുന്നിൽ അവർ വെറും പൂച്ചകളാണ്. ISI ആണ് തീരുമാനിക്കുന്നത് എവിടെയൊക്കെ ഒരു ഭീകരാക്രമണം നടത്തണം. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തണം അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം നടത്തണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ISIയും ദാവൂദ് ഇബ്രാഹിമും ഉത്തരവിടും. അത് ഒരു പൂച്ചക്കുട്ടികളെ പോലെ അസീം മുനീറും അതോടൊപ്പം തന്നെ ഷഹബാസ് ഷെരീഫും കേൾക്കും. അതാണ് അവരുടെ ഒരു പാകിസ്ഥാനിലെ രീതി എന്ന് പറയുന്നത്. ISI അവിടെ എന്ത് വൃത്തികേട് പാകിസ്ഥാനിൽ കാണിച്ചാലും അതൊന്നും തന്നെ പാകിസ്ഥാനിലെ സൈനിക മേധാവിയോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോ ഒന്നും തന്നെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ISIയും ദാവൂദുമാണ്. നിലവിൽ വനിതകളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നീക്കം ഇപ്പോൾ ISI നടത്തുന്നുണ്ട്. എന്നാൽ സ്ത്രീകളോട് ഒരു തരത്തിലും മാന്യമായി പെരുമാറരുത് എന്നാണ് ISI പറയുന്നത്. ഈ ഭീകര സംഘടന ആളുകളെ കൊല്ലുക മാത്രമല്ല, സ്ത്രീകളെ അടിമകളാക്കുകയും അവരോട് എങ്ങനെ പെരുമാറണമെന്ന് എഴുതപ്പെട്ട നിയമങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിരിക്കുകയാണ് ISI ഇപ്പോൾ. അതായത് ISI ഒരു ഹാൻഡ് ബുക്ക് തന്നെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ അവർ പറയുന്നത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം. അതായത് ഒരു കാരണവശാലും സ്ത്രീകളോട് ഒരു മാന്യമായ രീതിയിൽ സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണന ഒന്നും കൊടുക്കരുത്. അവരെ പീഡിപ്പിക്കുക, അവരെ എത്രത്തോളം അവരെ ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം അതിനീചകമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുക. ഒരു മനസ്സാക്ഷിയും സ്ത്രീകളോട് കാണിക്കരുത്. മനസ്സാക്ഷിയെ ക്രൂരമായി കണ്ണടക്കുന്ന തരത്തിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു നീക്കം, അങ്ങനെ ഒരു ഉത്തരവാണ് ISI അവരുടെ ഹാൻഡ് ബുക്കിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ISIന്റെ ക്രൂരത വീണ്ടും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന രേഖകൾ കോടതിയിലെ മുന്നിലേക്കാണ് എത്തിയത്. ഡെയിലി മെയിലിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ISI തന്റെ വധു എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ വിചാരണയ്ക്കിടെ ഒരു ഓസ്ട്രേലിയൻ കോടതിയിൽ സ്ത്രീ തടവുകാരെയും അടിമകളെയും ക്രൂരമായി പീഡിപ്പിക്കുന്നതിനുള്ള ISIന്റെ ആരോപിക്കപ്പെടുന്ന നിയമങ്ങൾ വിശദീകരിക്കുന്ന രേഖകളും കൈപ്പുസ്തകങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ്. സ്ത്രീകളെ മനുഷ്യരായിട്ടല്ല മറിച്ച് വിൽക്കാനും വാങ്ങാനുമുള്ള വസ്തുക്കളായിട്ടാണ് സംഘടന കണ്ടതെന്നാണ് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നത്. തടവുകാരെയും അടിമകളെയും കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഒരു ലഘുരേഖ ISന്റെ ഗവേഷണ ഫത്വ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ അടിമകളാക്കുക, വാങ്ങുക, വിൽക്കുക, സമാനമായിട്ട് സ്ത്രീകളെ നൽകുക, മറ്റുള്ളവരുമായി കൈമാറ്റം ചെയ്യുക, ബലാത്സംഗം ചെയ്യുക എന്നിവയെ ന്യായീകരിക്കാൻ ഈ രേഖ ശ്രമിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ്. കൂടാതെ സ്ത്രീ തടവുകാരെ ശിക്ഷിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള രീതികളും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ വിവരങ്ങൾ പ്രകാരം IS അവരുടെ പ്രചാരണ സാമഗ്രികളിൽ പോലും ഈ രീതികളെ പ്രതിരോധിക്കുന്നുണ്ട്. സംഘടനയുടെ മാഗസീൻ യസീദി സ്ത്രീകളെ പിടികൂടുന്നതും അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്യുന്നതും അടിമകളാക്കുന്നതും ന്യായീകരിക്കാൻ ശ്രമിച്ച ലേഖനങ്ങൾ അതിലെല്ലാം തന്നെ ISIയുടെ ആ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടിമത്തത്തെയും അതോടൊപ്പം തന്നെ അടിമത്തത്തെക്കുറിച്ചുള്ള പ്രത്യേക ലഘുരേഖകൾ സംഘടന പിന്നീട് പുറത്തിറക്കിയതായും ഈ രീതികൾക്ക് ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറ നൽകാൻ ശ്രമിച്ചതായും അന്വേഷകർ പറയുന്നുണ്ട്. 2014 ഓഗസ്റ്റിൽ ഇറാഖിലെ സിൻജാർ മേഖലയിൽ IS നടത്തിയ ആക്രമണത്തെ തുടർന്ന് ധാരാളം യസീദി അംഗങ്ങളെ ലക്ഷ്യം വച്ചതായി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടതായും ഏകദേശം 6800 യസീദി സ്ത്രീകളെയും കുട്ടികളെയും IS പിടികൂടിയതായും കണക്കാക്കപ്പെടുന്നു. ഇവരിൽ പലരും ഇന്ന് കാണാതായിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ അഭിപ്രായത്തിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും വ്യത്യസ്ത സായുധ സംഘടനകൾക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. പലരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ആവർത്തിച്ച് മാറ്റപ്പെടുന്നുണ്ട്. ആവർത്തിച്ചുള്ള ബലാത്സംഗത്തിനും അവർ വിധേയരായി. ഒരു യസീദി പെൺകുട്ടിയുടെ കേസും വാദം കേൾക്കുന്നതിനിടയിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ യസീദി പോരാളികൾ അവളുടെ കുടുംബത്തെ ആക്രമിച്ചുവെന്നും അവളുടെ അമ്മയും സഹോദരനും കൊല്ലപ്പെടുകയും അവളെ ബന്ധുവാക്കുകയും ചെയ്തുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ISന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് യസീദി സ്ത്രീകളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണെന്ന് വിദഗ്ധർ പറയുന്നു. അതായത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒന്നും കൂടെ നാണം കെടുകയാണ്. സാധാരണഗതിയിലല്ല, അങ്ങേയറ്റം നാണം കെടുകയാണ്. അതായത് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന ISI സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, വളരെ രാഷ്ട്രീയമായ രീതിയിൽ ഒരു തരത്തിലുമുള്ള ഒരു മാനുഷിക പരിഗണന, സ്ത്രീകളെ ഒരു പെണ്ണ് എന്ന നിലയിൽ ഒരു തരത്തിലുമുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ബഹുമാനം കൊടുക്കരുത്. സ്ത്രീ എന്ന് പറയുന്നത് വെറും വിൽക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ, അവരെ ബലാത്സംഗം ചെയ്യാൻ, അങ്ങനത്തെ ഒരു വസ്തുവായിട്ട് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്ത്രീകൾക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ താമസിക്കുന്ന, പാകിസ്ഥാനിൽ താമസിക്കുന്ന സ്ത്രീകളുടെ ജീവൻ അത് വലിയ ഒരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.